ഈയിടെ മത്തൻ ലെയർ ചെയ്തപ്പോൾ പുതിയ ചെടിക്ക് കുറേ പൂമുട്ടുകൾ വന്നു, പഴയ ചെടിക്ക് ഇനിയും പൂമുട്ടുകളായിട്ടില്ല. അപ്പോഴാണ് തോന്നിയ ഈ തക്കാളി ഒന്ന് ലെയർ ചെയ്താലോ ഒന്ന്. തക്കാളി കുറേ ഭാഗം വളർന്ന് വലിയ ചെടിച്ചട്ടിയിൽ നിന്ന് നിലത്താണ് പടരുന്നത്. അപ്പോൾ ഈ തക്കാളിക്കൊരു പ്രത്യേകത ഉണ്ട്, ഈ ഏണുകളിലൊക്കെ വേര് വരാൻ സാധ്യതയുണ്ട് മണ്ണിൽ മുട്ടിക്കഴിഞ്ഞാൽ. പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. അവിടെ കുറേ തക്കാളി ചെടികളുണ്ട് ഈ ചെടിച്ചട്ടിയിൽ നിന്ന് പോകുന്നത്, ഒരു 3 മറ്റുണ്ട്. നല്ലോണം പടർന്ന് നിലത്ത് ഇങ്ങനെ വെറുതെ കിടക്കുകയാണ്. അപ്പോൾ ഇത് പൂവിട്ടിട്ടുണ്ട്, പക്ഷേ കായകളൊന്നുമില്ല, പൂ മാത്രമേ ഉള്ളൂ. വേറെ തക്കാളി കായ്ച്ച് വെക്കുന്നുണ്ട് വേറെ ഒരു ചെടിച്ചട്ടിയിൽ. അപ്പോൾ എനിക്കൊരാഗ്രഹം, ഇതൊന്ന് ലെയർ ചെയ്ത് നോക്കിയാൽ എങ്ങനെ ഇരിക്കും. ലെയർ ചെയ്തിട്ട് ഈ പുതിയ ചെടി ഒരെണ്ണം ഉണ്ടാക്കുകയാണെങ്കിൽ അതിൽ നിന്ന് വല്ല വ്യത്യാസം ഉണ്ടാവുമോ, കായ്ഫലത്തിൽ നിന്നും നോക്കാനുള്ള പുതിയ പരീക്ഷണമാണ്. ഇതുവരെ ഞാൻ തക്കാളി ലെയർ ചെയ്ത് നോക്കിയിട്ടില്ല. തക്കാളിക്ക് വേര് വരുന്നത് ധാരാളം കണ്ടിട്ടുണ്ട്. തക്കാളി ഇങ്ങനെ പടർന്ന് കിടക്കും, അപ്പോൾ മണ്ണിൽ മുട്ടുന്നിടത്തൊക്കെ വേര് വരും. ഇവിടെ പിന്നെ അതിന് സ്കോപ്പില്ലാത്തത് കോൺക്രീറ്റ് ടൈൽസ് ആയതുകൊണ്ടാണ്. പക്ഷേ അടുത്ത ചെടിച്ചട്ടിയിലേക്കൊക്കെ ഇങ്ങനെ താഴ്ന്ന് കിടക്കുകയാണെങ്കിൽ ചിലപ്പോൾ വേര് വരുന്നത് കണ്ടിട്ടുണ്ട്. ഈ തക്കാളിയുടെ ചെടിയിൽ കുറേ രോമം പോലെയുള്ള ഇതുണ്ട്, ഇങ്ങനെ നൂലിങ്ങനെ നിൽക്കണ കാണാം. അപ്പോൾ അതൊക്കെ രൂപപരിണാമം വരാൻ സാധ്യതയുള്ള കാര്യങ്ങളാണ്. അതിനൊക്കെ വേര് വേണമെങ്കിൽ വരാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരീക്ഷണമാണ് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്നത്. ചെടിച്ചട്ടിയിൽ കുറച്ച് മണ്ണ് നീക്കിയിട്ട് അതിൽ ഇറക്കി വെച്ചിട്ട് മേലെ മണ്ണിട്ട് കൊടുത്തു. അപ്പം ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ, അത് കുറച്ച് 2 ആഴ്ച കഴിഞ്ഞിട്ടേ ഞാൻ നോക്കുകയുള്ളൂ, ഇപ്പുറത്തൊന്ന് വെറുതെ മുറിച്ച് കളഞ്ഞ് നോക്കാം. അല്ലെങ്കിലും മുറിച്ച് കളയാനുള്ള തക്കാളിയാണ്, കാരണം ഇതിങ്ങനെ പോയിട്ടൊരു കാര്യമില്ല.